ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിക്സ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് എത്തിക്സ് എന്താണ്. ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് എത്തിക്സ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിനകം തന്നെ എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് എല്ലാവരും നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മീനിങ്ങിലേക്ക് കടക്കാം. ബിസിനസ് എത്തിക്സ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ജനറൽ എത്തിക്കൽ ഐഡിയാസ് ടു ബിസിനസ് ബിഹേവിയർ. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പാലിക്കേണ്ട കുറേ ജനറൽ എത്തിക്സ് ഉണ്ട്. ഈ എത്തിക്സ് നമ്മുടെ ബിസിനസ് ബിഹേവിയറിലെ അപ്ലിക്കേഷൻ, അതായത് അപ്ലൈ ചെയ്യാം. എത്തിക്കൽ ബിസിനസ് ബിഹേവിയർ ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊമോട്ട് ഗുഡ് ടു സൊസൈറ്റി. നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കണം? നമ്മുടെ ഗുണത്തിന് വേണ്ടി മാത്രമാവരുത്. എന്തിനു വേണ്ടിയായിരിക്കണം? സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയായിരിക്കണം. ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. അറ്റ് ദ സെയിം ടൈം എന്തുകൂടെ വേണം? നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനും. വെറുതെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്നാൽ പോരെ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനും സാധിക്കണം. അറ്റ് ദ സെയിം ടൈം സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാകണം. പിന്നെ എന്തൊക്കെയാണ്? ഫോസ്റ്റർ ബിസിനസ് റിലേഷൻ. ബിസിനസ് റിലേഷൻ വളർത്തണമെങ്കിൽ എങ്ങനെയായിരിക്കണം? നമ്മുടെ സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എംപ്ലോയീസ്, സൊസൈറ്റി എല്ലാവരോടും നല്ല ബന്ധം പുലർത്താൻ സാധിക്കണം. അങ്ങനെ നല്ല ബന്ധം പുലർത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബിസിനസിന്റെ പ്രൊഡക്റ്റുകൾ നന്നായിരിക്കണം, നമ്മുടെ പെരുമാറ്റം നന്നായിരിക്കണം, നമ്മൾ മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ നന്നായിരിക്കണം, അല്ലെ? ആൻഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. ഈ എംപ്ലോയീസിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്കിതല്ല, ഒരു ബിസിനസ് നടത്തുന്ന ഓണർക്ക് തന്നെ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർക്ക് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കാനുമുള്ള റിലേഷൻ തൊഴിലാളികളുമായിട്ടുണ്ടാവണം. റെഡ്യൂസ് ക്രിമിനൽ പെനാലിറ്റീസ് ഫ്രം പബ്ലിക് അതോറിറ്റീസ്. പബ്ലിക് അതോറിറ്റീസ് ക്രിമിനൽ പെനാലിറ്റി ഉണ്ടാക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റിന്റെയോ നമ്മുടെ പെരുമാറ്റത്തിന്റെയോ ഭാഗമായിട്ടാണ് വരുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കണമെങ്കിൽ എന്താവശ്യമാണ്? നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പബ്ലിക് അതോറിറ്റീസ് ആൻഡ് റെഗുലേറ്റേഴ്സ് പ്രൊട്ടക്ട് ബിസിനസ് അഗെയിൻസ്റ്റ് അൺസ്ക്രപ്പുലസ് എംപ്ലോയീസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. പ്രൊട്ടക്ട് എംപ്ലോയി ഫ്രം ഹാർംഫുൾ ആക്ഷൻ ബൈ ദെയർ എംപ്ലോയേഴ്സ് ആൻഡ് അലൗ ദ പീപ്പിൾ in business to act consistently with their personal ethical belief. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് എന്നതിന് വ്യക്തമായ ഒരു മീനിങ് ആണ് അത്. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും വെക്കേഷൻ കഴിയുമ്പോഴത്തേക്കും ടെക്സ്റ്റ് വാങ്ങിക്കണം. ഈ നോട്ട് ടെക്സ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട് ഒപ്പം ഒന്ന് ചെയ്തു പോവുക, ഒന്ന് നോക്കി പോവുക. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി, എത്തിക്സ് തുടങ്ങി, ബിസിനസ് എത്തിക്സ് തുടങ്ങി, അതിൻ്റെ മീനിങ്. ഇനി അടുത്തത് ഒരു ഡെഫിനേഷനാണ്. ഒരുപാട് ഡെഫിനേഷൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 5-6 ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എന്താണ് ഡിഫൈൻ ബിസിനസ് എത്തിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഡെഫിനേഷൻ. According to Rogen A. Buchholz, business ethics refers to the right or wrong behavior in business decision. ബിസിനസ് ഡിസിഷനിൽ എടുക്കുന്ന ശരിയായ അല്ലെങ്കിൽ തെറ്റായ ബിഹേവിയറിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയർ അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് നല്ല രീതിയിൽ പുലർത്തുമ്പോൾ അത് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നു. എന്തായാലും അവിടുത്തെ ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എത്തിക്സ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു ദ റൈറ്റ് ഓർ റോങ് ബിഹേവിയർ ഇൻ ബിസിനസ് ഡിസിഷൻ. ഓക്കെ, ബിസിനസ് എത്തിക്സ് are important because they help to develop customers and employees loyalty and engagement and contribute overall to a company's viability. ഒരു കമ്പനി വയബിൾ ആവുന്നതിന് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ലോയൽറ്റി ഉണ്ടാക്കി തീർക്കുന്നതിനുള്ള ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ് റിലേ ഓൺ റെപ്യൂട്ടേഷൻ ആൻഡ് ലാക്ക് ഓഫ് മോറൽ ഗൈഡ് ലൈൻസ് ക്യാൻ ruin a reputation. There are tangible benefits to corporate ethics are improve customer loyalty.
നല്ലൊരു കസ്റ്റമർ ലോയലിറ്റി ഉണ്ടാക്കിയെടുക്കുക. കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനീനെ കുറിച്ചും നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. അതെന്തിലൂടെ പറ്റുള്ളൂ? ടൈമിലി കോസ്റ്റ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ റീസണബിൾ റേറ്റിന് ടൈമിൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനോടും കമ്പനിയോടും ലോയലിറ്റി ഉണ്ടാവുക. അടുത്തത് ഇംപ്രൂവ്ഡ് എംപ്ലോയി റിട്ടൻഷൻ ആൻഡ് ഈസിയർ റിക്രൂട്ട്മെന്റ് ഓഫ് ന്യൂ എംപ്ലോയി. നിലവിലുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ നിലനിർത്തുന്നതിനും പുതിയ എംപ്ലോയീസിനെ നമുക്ക് സ്ഥാപനത്തിലേക്ക് കിട്ടണമെങ്കിലും ആ സ്ഥാപനത്തിനെ കുറിച്ച് റെപ്യൂട്ടേഷൻ ആവശ്യമാണ് അല്ലേ? അതും നമ്മുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ആൻഡ് ലാസ്റ്റ്, ഇറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായും ആ സ്ഥാപനത്തിലെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു സ്ഥാപനം നല്ല എത്തിക്സ് ഫോളോ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ടോപ്പിക്കിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക്, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ്, ക്യാരക്ടറിസ്റ്റിക്സ്, സ്കോപ്പ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വലിയൊരു ചാപ്റ്റർ തന്നെയാണത്, പക്ഷെ വളരെ ഈസിയാണ് പഠിക്കാനും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇനി 29-ാം തീയതി നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും ടെക്സ്റ്റ് ഒക്കെ വാങ്ങിച്ച് ഇതുവരെ എടുത്ത ഭാഗമൊക്കെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.